ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NCERT മലയാളം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT ക്ലാസ് 10ലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള ദ നെക്ലേസ് ആണ്, ഇംഗ്ലീഷാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെറ്റിൽഡയുടെ ആ ഒരു നെക്ലേസ് കാണാതെ പോയ ഭാഗം വരെയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് സംഭവിച്ചു, അതിന് ശേഷം എന്താ ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. Loisel, already half undressed, asked, "What is the matter?" She turned towards him excitedly. I no longer have Madame Frostier's necklace. അപ്പം അവർ ഏകദേശം അൺഡ്രസ്ഡ് ആയിരുന്നു ലോയ്സൽ. എന്നിട്ട് അവൾ എക്സൈറ്റഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പറയും, എൻ്റെ കയ്യിൽ മിസ്റ്റർ ഫോറസ്ട്രിയറിൻ്റെ നെക്ലേസ് ഇല്ല, അത് പോയി എന്ന് പറഞ്ഞു. ഹി അറോസ് ഇൻ ഡിസ്മേ. അപ്പോൾ അദ്ദേഹം ആകെ പരിഭ്രാന്തനായിട്ട്, ഹൗ ഇസ് ദാറ്റ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ആൻഡ് ദേ ലുക്ക് ഇൻ ദ ഫോൾസ് ഓഫ് ദ ഡ്രസ്, ഇൻ ദ ഫോൾസ് ഓഫ് എ ക്ലോക്ക്, ഇൻ ദ പോക്കറ്റ്സ് എവ്രിവെയർ, ദേ കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. അപ്പോൾ ഫുള്ള് ഡ്രസ്സ് നോക്കി, പിന്നെ ക്ലോക്ക്, മറ്റേ കോളറിൻ്റെ ഭാഗമൊക്കെ നോക്കി, പോക്കറ്റ്സ് നോക്കി, അവിടെ ഒന്നും കാണാണ്ടായിരുന്നില്ല. എവിടെയും അവർക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഹി ആസ്ക്ഡ്, "യു ആർ ഷുവർ യു സ്റ്റിൽ ഹാഡ് ഇറ്റ് വെൻ വി ലെഫ്റ്റ് ദ മിനിസ്റ്റേഴ്സ് ഹൗസ്?" അപ്പോൾ നിനക്ക് ഉറപ്പുണ്ടോ നമ്മൾ അവിടെ നിന്ന് മിനിസ്റ്ററിൻ്റെ ഹൗസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആ സമയത്തൊക്കെ അത് നിൻ്റെ കയ്യിലുണ്ടായിരുന്നെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. ഓക്കെ. യെസ്, ഐ ഫെൽറ്റ് ഇറ്റ് ആസ് വി കെയിം ഔട്ട്. എനിക്ക് ഓർമ്മയുണ്ട്, അത് നമ്മൾ അവിടെ നിന്ന് വരുന്ന വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ബട്ട് ഇഫ് യു ഹാഡ് ലോസ്റ്റ് ഇറ്റ് ഇൻ ദ സ്ട്രീറ്റ് വി ഷുഡ് ഹാവ് ഹേർഡ് ഇറ്റ് ഫോൾ. ഇറ്റ് മസ്റ്റ് ബി ഇൻ ദ ക്യാബ്. അപ്പോൾ നമ്മൾ സ്ട്രീറ്റിലൂടെ നടന്നു വരുമ്പോഴാണെങ്കിൽ സ്ട്രീറ്റിൽ താഴേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ സൗണ്ട് കേൾക്കായിരുന്നു. ഓൾമോസ്റ്റ് മിക്കവാറും അത് ക്യാബിനകത്ത് ഉണ്ടാവുക. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. ഡിഡ് യു ടേക്ക് ദ നമ്പർ? നോ. ആൻഡ് യു, ഡിഡ് യു നോട്ടീസ് വാട്ട് ഇറ്റ് വാസ്? നോ. അപ്പോൾ രണ്ടുപേരും എന്ത് ചെയ്യില്ല, നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. They looked at each other, utterly cast down. Finally, Loisel dressed himself again. "I'm going," he said, "over the track where we want on foot to see if I can find it." അപ്പോൾ നമ്മൾ നടന്ന ആ സ്ഥലമൊക്കെ ഞാൻ പോയി നോക്കട്ടെ, അവിടെ നമുക്ക് കിട്ടുമെന്ന്. And he went. She remained in her evening gown and not having forced to go to the bed. അപ്പോൾ അവരെ ഡ്രസ്സൊന്നും മാറ്റാതെ അവരിങ്ങനെ ഈവനിങ് ഗൗണിൽ ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു, കിടക്കാനൊന്നും പോവാതെ. Towards 7 o'clock her husband returned. He had found nothing. അപ്പോൾ 7 o'clock ആയപ്പോൾ ഹസ്ബൻഡ് എത്തിയിട്ട്, പക്ഷെ അദ്ദേഹത്തിന് ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. He went to the police and to the cab offices and put an advertisement in the newspaper offering a reward. അപ്പോൾ ക്യാബ് ഓഫീസിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു പരസ്യം കൊടുത്തു, അതായത് കണ്ടുകിട്ടുന്നവർക്ക് ഒരു റിവാർഡ് കൊടുക്കാമെന്നുള്ള രീതിയിൽ. She waited all day in the state of bewilderment before this frightful disaster. അപ്പോൾ അവരെപ്പോഴും ഈ ഒരു എല്ലാ ദിവസവും അവർക്ക് ഈ ഞെട്ടിക്കുന്ന ഈ ഒരു ഷോക്കിലാണ് അവർ, ഈ ഫ്രൈറ്റ്ഫുൾ ഡിസാസ്റ്ററിനെ പറ്റി, ആ നെക്ലേസ് പോയ ആ ഒരു അവസ്ഥയെ പറ്റി. ലോയ്സൽ റിട്ടേൺഡ് ഇൻ ദ ഈവനിങ്, ഹിസ് ഫേസ് പെയിൽ. ഹി ഹാഡ് ഡിസ്കവേർഡ് നത്തിങ്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ലോയ്സൽ തിരിച്ചെത്തി. ലോയ്സൽ എന്ത് പറ്റിയില്ല, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. He said, "Write to your friend that you have broken the clasp of the necklace and that you will have it repaired. That will give us time." Yeah. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം രാത്രിയാകുമ്പോൾ ഈ ഒരു ലെറ്റർ ചെയ്ത് നിൻ്റെ ഫ്രണ്ടിന്, അതായത് ആ ഒരു നെക്ലേസിൻ്റെ ക്ലാസ്പ് പൊട്ടിപ്പോയി, അല്ലെങ്കിൽ ആ ഒരു നെക്ലേസിൻ്റെ ജോയിനിങ്ങിൻ്റെ സൈഡ് പൊട്ടിപ്പോയി, അത് റിപ്പയർ ചെയ്തെടുക്കാൻ സമയമെടുക്കും, അതിന് വേണ്ടിയിട്ടുള്ള ടൈം വേണമെന്ന് പറഞ്ഞിട്ട് എഴുതും. ഷീ റോട്ട് ആസ് ഹി ഡിക്റ്റേറ്റഡ്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അവൾ എന്ത് ചെയ്തു, ആ ലെറ്റർ എഴുതി. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ വീക്ക് ദേ ഹാഡ് lost all the hope, and Loisel, older by 5 years, declared, "We must replace this jewel." Yeah. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ഹോപ്പൊക്കെ പോയി. പിന്നെ അദ്ദേഹം പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ജുവൽ റീപ്ലേസ് ചെയ്യണം. ഇൻ ദ ഷോപ്പ് ഓഫ് പലൈസ് റോയൽ ദേ ഫൗണ്ട് എ ചാപ്ലെറ്റ് ഓഫ് ഡയമണ്ട്സ്. അപ്പം ഈ പലൈസ് റോയൽ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഇതുപോലത്തെ ഒരു ഡയമണ്ടിൻ്റെ ഇതേപോലത്തെ ഒരു ട്യൂബ് പോലെ കണ്ടു. വിച്ച് സീംഡ് ടു ബി എക്സാക്ട്ലി ലൈക്ക് ദ വൺ ഷീ ഹാഡ് ലോസ്റ്റ്. ശരിക്കും അവർ അവരുടെ കയ്യിൽ നിന്ന് പോയ ആ ഒരു ഡയമണ്ട് നെക്ലേസ് പോലെ തന്നെ ഉള്ള ഒരു സാധനം അവർ കണ്ടു. ഇറ്റ് വാസ് വാല്യൂഡ് അറ്റ് 40,000 francs. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഏകദേശം 14,000 francs ആണ്. അത് 40,000 എന്നൊക്കെ പറയുമ്പോൾ എത്രയെന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. ഓക്കെ. ആൻഡ് ദേ കുഡ് ഗെറ്റ് ഇറ്റ് ഫോർ 30,000
ഓക്കെ. അപ്പോൾ അവർക്ക് ഇത് ഏകദേശം 36,000 കിട്ടുമെന്നാണ് പറയുന്നത്. ലോയ്സൽ പൊസസ്ഡ് 18,000 ഫ്രാങ്ക്സ് വിച്ച് ഹിസ് ഫാദർ ഹാഡ് ലെഫ്റ്റ് ഹിം. അപ്പോൾ ലോയ്സലിൻ്റെ കയ്യിൽ 18,000 ഓൾറെഡി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊടുത്ത ഒരു 18,000 ഉണ്ട്. ഹി ബോറോഡ് ദ റെസ്റ്റ് ആൻഡ് ഹി മെയ്ഡ് റൂയിനസ് പ്രോമിസസ്, took money from usurers and whole race of lenders. Then he went to get a new necklace, depositing on merchant's counter 36,000 francs. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ നിന്ന് കിട്ടിയ ഒരു 18,000 ഉണ്ട്, ബാക്കിയൊക്കെ കടം വാങ്ങിച്ചു, അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ചോദിച്ചു ഒക്കെ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ഈ 36,000 ഈ മെർച്ചൻറ്റിൻ്റെ കൗണ്ടറിലേക്ക് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. When Madame Loisel took back the jewels to the Madame Forestier, the latter said to her in a frigid tone, "You should have returned them to me sooner, for I might have needed them." അപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഓർമ്മയത്, അതായത് മാഡം ലോയ്സിൽ ഓർത്തത്, അതായത് പെട്ടെന്ന് തന്നെ എനിക്ക് തിരിച്ചു തരണം, കാരണം അവർക്കത് ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പെട്ടെന്ന് ഓർത്തത്. മാഡം ഫോറസ്ട്രിയർ ഡിഡ് നോട്ട് ഓപ്പൺ ദ ജുവൽസ് ആസ് മാഡം ലോയ്സൽ ഫിയർഡ് ഷീ വുഡ്. What would she think if she should perceive the substitution? What should she say? Would she take her for a robber? Yeah. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അപ്പം അവരിത് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതായത് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അവർക്ക് മനസ്സിലാവുമോ, എന്തായിരിക്കും അവർ പറയുക, അവരെ ഒരു കള്ളത്തിയാക്കുമോ എന്നൊക്കെ ഒരു തോന്നൽ വന്നു. മാഡം ലോയ്സൽ നൗ ന്യൂ ദ ഹൊറിബിൾ ലൈഫ് ഓഫ് എ നെസസിറ്റി. ഷീ ഡിഡ് ഹെർ പാർട്ട്, ഹൗവർ കംപ്ലീറ്റ്ലി ഹീറോയിക്കലി. ഇറ്റ് വാസ് നെസസറി ടു പേ ഹിസ് ഫ്രൈറ്റ്ഫുൾ ഡെപ്റ്റ്. ഷീ വുഡ് പേ ഇറ്റ്. ദേ സെൻഡ് അവേ ദ മെയ്ഡ്. ദേ ചേഞ്ച്ഡ് ദെയർ ലോഡ്ജിങ്സ്. ദേ റെൻറ്റഡ് സം റൂംസ് ഇൻ ആൻ അറ്റിക്. അപ്പം അവർക്ക് ഏകദേശം കാര്യങ്ങൾ നല്ല രീതിയിലൊരു ഡ്രാമ പോലെ അവരെന്ത് ചെയ്തു, മറ്റേ ഫോറസ്ട്രിയറിൻ്റെ അടുത്ത് ഇങ്ങനെ അഭിനയിച്ചു. പക്ഷെ അതുകൊണ്ട് കാര്യങ്ങൾ തീർന്നില്ല. കാരണം അവർക്ക് ഇപ്പോൾ ഇങ്ങനെ അവർ ബോറോ ചെയ്ത മണിയൊക്കെ അവർക്ക് ഡെപ്റ്റായിട്ട് കടമായിട്ടുണ്ട്. അപ്പോൾ അവർക്കത് തിരിച്ച് പേ ചെയ്യണം. അവരെന്ത് ചെയ്തു, അവരുടെ മെയ്ഡ് സെർവൻറ്റിനെ ഒഴിവാക്കി, അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ലോഡ്ജിങ്സൊക്കെ അവർ മാറ്റി. അതുപോലെ തന്നെ അവർ കുറച്ച് റൂംസൊക്കെ അവർ റെൻറ്റിന് കൊടുത്തു. ഷീ ഏൺഡ് ദ ഓഡിയസ് വർക്ക് ഓഫ് ദ കിച്ചൺ. അപ്പോൾ കിച്ചണിലുള്ള ആ ഒരു ഓഡിയസ് വർക്ക് എന്ന് വെച്ചാൽ ഹെയ്റ്റ്ഫുൾ വർക്കൊക്കെ ഈ മാഡം ലോയ്സിൽ പഠിച്ചു. എന്നിട്ട് ഡിഷ് വാഷൊക്കെ വാഷ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ലിനൻ എന്ന് പറഞ്ഞാൽ ക്ലോത്തിൻ്റെ മെറ്റീരിയലാണ്. ലിനനൊക്കെ സോയിൽഡ് ആയിട്ടുള്ള ലിനനൊക്കെ വാഷ് ചെയ്ത് പഠിച്ചു. അങ്ങനെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. While she hung on the line of dry, she took down the refuse to the street each her breath. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാർക്കറ്റിലൊക്കെ പോയി. അപ്പോൾ ഓരോന്നിലും അവരിങ്ങനെ കിതക്കുകയായിരുന്നു. നമ്മളറിയാമല്ലോ, സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നമുക്കൊരു കിതപ്പൊക്കെ ഉണ്ടാവും നടന്നു വരുമ്പോഴൊക്കെ. ആൻഡ് ദ ക്ലോത്ത് ലൈക്ക് എ വുമൺ ഓഫ് ദ പീപ്പിൾ, ഷീ വെൻറ്റ് ടു ദ ഗ്രോസേഴ്സ്, ദ ബച്ചേഴ്സ് ആൻഡ് ദ ഫ്രൂട്ടറേഴ്സ് വിത്ത് ഹെർ ബാസ്ക്കറ്റ് ഓൺ ഹെർ ആം, ഷോപ്പിംഗ്, ഹാഗ്ലിംഗ് ടു ദ ലാസ്റ്റ് സോ ഓഫ് ഹെർ മിസറബിൾ മണി. ഓക്കെ. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ ഫ്രൂട്ട് ഷോപ്പിലേക്ക് പോകാനും ഗ്രോസറി ഷോപ്പിലേക്കൊക്കെ അവർ ഒറ്റയ്ക്ക് പോയി, അവരുടെ കയ്യിൽ ബാസ്ക്കറ്റൊക്കെ പിടിച്ചിട്ട് എന്നിട്ട് ഷോപ്പ് ചെയ്തിട്ട് അങ്ങനത്തെ അവിടുത്തെ ഷോപ്പ് കീപ്പേഴ്സിനോടൊക്കെ ഹാഗിൾ ചെയ്യാൻ തുടങ്ങി, അതായത് ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങി, മണിക്ക് ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങി. ദ ഹസ്ബൻഡ് വർക്ക്ഡ് ഈവനിങ്സ് പുട്ടിംഗ് ദ ബുക്സ് ഓഫ് some merchants in order, and nights he often did copying at 5 sous a page. Okay. ഹസ്ബൻഡ് ഈവനിങ് വരെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവരതിന് ശേഷം എന്ത് ചെയ്തു, ബുക്സൊക്കെ ഇങ്ങനെ ഓർഡർ കീപ്പ് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഏകദേശം 5 പേജോളം ഇങ്ങനെ കോപ്പി ചെയ്തു. ദിസ് ലൈഫ് ലാസ്റ്റഡ് ഫോർ 10 years. ഏകദേശം 10 വർഷത്തോളം അവരുടെ ഈ ഒരു ലൈഫ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. കാരണം അവർക്ക് ആ ഒരു അത്രയും എമൗണ്ട് തിരിച്ചു കൊടുക്കണമല്ലോ. കണ്ടിന്യൂ ചെയ്തു. അറ്റ് ദ എൻഡ് ഓഫ് 10 years they had restored all. അപ്പോൾ 10 വർഷം കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്തു, അവരുടേതായിട്ടുള്ള കടങ്ങളൊക്കെ അവരെന്ത് ചെയ്തു, വീട്ടി. Madame Loisel seemed old now. She had become a strong, hard woman, the crude woman of the poor household. അപ്പോൾ അവരിപ്പോൾ ഭയങ്കര ബോൾഡായി. കാരണം അവർ ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. അവർ ഭയങ്കര ബോൾഡായി. her hair badly dressed, her skirts awry, her hands red. She spoke in a loud tone and washed the floors with a large spades of water. അപ്പോൾ മാഡം ലോയ്സിൽ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് മാറിപ്പോയി. ഭയങ്കര അവരുടെ ഹെയറൊക്കെ ഭയങ്കര വൃത്തികേടാവാൻ തുടങ്ങി. പിന്നെ സ്കേർട്ടൊക്കെ ഭയങ്കര ഓറിയായിരുന്നു. ഭയങ്കര ഓറി എന്ന് വെച്ചാൽ ഭയങ്കര മ്ലേച്ഛമായ അവസ്ഥ, ഒട്ടും ഭയങ്കര പെയിലായിട്ടുള്ള കാര്യം. പിന്നെ കൈകളൊക്കെ ഭയങ്കര റെഡിഷായി. അതുപോലെ തന്നെ ലാർജ് ടോണിൽ സംസാരിക്കാൻ തുടങ്ങി. ലാർജ് പെയിൽസ് ഓഫ് വാട്ടർ വെച്ചിട്ട് ഫ്ലോർസൊക്കെ കഴുകാൻ തുടങ്ങി. ബട്ട് സംടൈംസ് വെൻ ഹെർ ഹസ്ബൻഡ്
was at the office, she would seat herself before the window and think of the evening party of former times, of that ball where she was so beautiful and so flattered. അപ്പം അവരുടെ ഹസ്ബൻഡ് ഓഫീസിലിരിക്കുന്ന സമയത്തൊക്കെ അവരിങ്ങനെ വിൻഡോ നോക്കിയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ആ ബ്യൂട്ടിഫുൾ പാർട്ടീനെ കുറിച്ചും അതിലെ സമയത്ത് അവൾ എത്ര സുന്ദരമായിട്ടായിരുന്നു ഡ്രസ്സ് ചെയ്തതിനെ കുറിച്ചും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഓർക്കാൻ തുടങ്ങി. How would it have been if she had not lost the necklace? Who knows? How singular is life? How full of changes? How small a thing will ruin or save one? അല്ലേ? അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, ആ നെക്ലേസ് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു. അറിയില്ല, ഈ ഒരു ചെറിയൊരു കാര്യം കാരണം എന്ത് ചെയ്തു, അവരുടെ ലൈഫ് തന്നെ മാറിപ്പോയി. One Sunday, as she was taking a walk in the Champs-Elysees to rid herself of the chaos of the week, she suddenly perceived a woman walking with a child. It was Madame Forestier, still young, still happy, or still pretty, still attractive. അപ്പോൾ അവരൊരു ദിവസം എൽസീസിൽ പോയിട്ട് നടക്കുകയായിരുന്നു. അങ്ങനെ പോകുന്ന ഈ വാക്കിന് പോയപ്പോൾ അവരാര് കണ്ടു, ഒരു പ്രെറ്റിയസ്റ്റ് വുമണിനെ കണ്ടു. അവർ ആരായിരുന്നു? മാഡം ഫോറസ്റ്റിയർ ആയിരുന്നു. Madame Loisel was affected. Would she speak to her? Yes, certainly. And now that she had paid, she would tell her all. Why not? Yeah. അപ്പം അവർക്കിത് അവരോട് അതായത് മാഡം ഫോറസ്റ്റിയർ മാഡം ലോയ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നൊക്കെ ഡൗട്ടായി. ഷീ അപ്രോച്ച്ഡ് ഹർ. ഗുഡ് മോർണിംഗ് ജെനി. അപ്പോൾ അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞു ഗുഡ് മോർണിംഗ് എന്ന് വിഷ് ചെയ്തു. ഹെർ ഫ്രണ്ട് ഡിഡ് നോട്ട് റെക്കഗ്നൈസ്ഡ് ഹെർ ആൻഡ് വാസ് അസ്റ്റോണിഷ്ഡ് ടു ബി സോ ഫെമിലിയർലി അഡ്രസ്ഡ് ബൈ ഹിസ് കോമൺ പാസനേജ്. അപ്പം അവരെന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല മാഡം ലോയ്സലിനെ. പക്ഷേ അവരുടെ ഒരു നിക് നെയിം പോലത്തെ നെയിം വിളിച്ചിട്ട്, അല്ലെങ്കിൽ കോമൺ പേഴ്സണേജ് വിളിച്ചിട്ട് അങ്ങനെ വിഷ് ചെയ്യുന്നത് ആരായിരിക്കും എന്നവർ ആകെ അന്തം വിട്ടു. ഷീ സ്റ്റാമ്പേർഡ്. അവരൊന്ന് വിക്കി. ബട്ട് മാഡം, ഐ ഡു നോട്ട് നോ, യു മസ്റ്റ് ഹാവ് ബിൻ മിസ്റ്റേക്ക്. അപ്പോൾ അവർ പറഞ്ഞു, തിരിച്ചു മറുപടി പറഞ്ഞു, ശരിക്കും എനിക്ക് നിങ്ങളെ അറിയില്ല, നിനക്ക് ചിലപ്പോൾ തെറ്റി ആളെ മനസ്സിലാവാത്തതായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ. നോ, ഐ ആം മെറ്റിൽഡ ലോയ്സൽ. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ മെറ്റിൽഡ ലോയ്സലാണ്. ഹെർ ഫ്രണ്ട് അട്ടേർഡ് എ ക്രൈ ഓഫ് അസ്റ്റോണിഷ്മെൻറ്റ്. ഓ മൈ പുവർ മെറ്റിൽഡ, ഹൗ യു ഹാവ് ചേഞ്ച്ഡ്. അപ്പോൾ അവർ മറുപടി പറഞ്ഞത്, ഓ മൈ ഗോഡ്, ഇത് ആരായിരുന്നു? നമ്മുടെ മെറ്റിൽഡ ആയിരുന്നു. എത്രത്തോളം നീ മാറിയിരിക്കുന്നു. യെസ്, ഐ ഹാവ് സം ഹാർഡ് ഡേയ്സ് സിൻസ് ഐ സോ യു ആൻഡ് സം മിസറബിൾ വൺസ് ആൻഡ് ഓൾ ബിക്കോസ് ഓഫ് യു. എനിക്കൊരുപാട് കഷ്ടപ്പെട്ട ദിവസങ്ങളുണ്ടായിരുന്നു, കുറേ ഹാർഡ് ദിവസങ്ങൾ. അതൊക്കെ കാരണം നീയാണ്. ബിക്കോസ് ഓഫ് മീ? ഹൗ ഈസ് ദാറ്റ്? അപ്പോൾ ഞാൻ കാരണമോ? അതെങ്ങനെയാണ്? അപ്പോൾ യു റീകോൾ ദ ഡയമണ്ട് നെക്ലേസ് ദാറ്റ് യു ലോൺഡ് മീ ടു വിയർ ടു ദ മിനിസ്റ്റേഴ്സ് ബോൾ. അപ്പോൾ മിനിസ്റ്ററിൻ്റെ ആ ഒരു പാർട്ടിക്ക് നീ എനിക്ക് തന്ന ഡയമണ്ട് നെക്ലേസിനെ പറ്റി നീ ഓർക്കുന്നില്ലേ? യെസ്, വെരി വെൽ. ഞാൻ ഓർക്കുന്നുണ്ട്. വെൽ, ഐ ലോസ്റ്റ് ഇറ്റ്. അതെൻ്റെ കയ്യിൽ നിന്ന് പോയിരുന്നു. ഹൗ ഈസ് ദാറ്റ് സിൻസ് യു റിട്ടേൺ ഇറ്റ് ടു മീ? അത് നീ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അതെങ്ങനെ സംഭവിച്ചു? ഐ റിട്ടേൺ അനദർ ടു യു എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ടേക്കൺ us 10 years ടു പേ ഫോർ ഇറ്റ്. അപ്പോൾ ഏകദേശം 10 വർഷം എടുത്തു എനിക്കത് നിനക്ക് തിരിച്ച് റിട്ടേൺ ചെയ്ത് ആ ഒരു ഡെപ്റ്റ് വീട്ടാൻ വേണ്ടിയിട്ട്. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഈസി ഫോർ us ഹൂ ഹാവ് നത്തിങ്, ബട്ട് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ആൻഡ് ഐ എം ഡീസൻ്റ്ലി കോണ്ടൻറ്റ്. ഓക്കെ. അപ്പം എനിക്ക് ആലോചിക്കാൻ പറ്റും ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളായ ആൾക്കാർക്ക് അത് എത്രത്തോളം കഷ്ടപ്പാടായിട്ടുണ്ടാകുമെന്നും. അവസാനം എന്ത് ചെയ്തു? ആ കടങ്ങളൊക്കെ തീർന്നു, ഇപ്പം അത് ഒക്കെ ഒതുങ്ങി എന്നാണ് അവൾ തിരിച്ച് മറുപടി പറഞ്ഞു. അപ്പോൾ മാഡം ഫോറസ്റ്റിയർ സ്റ്റോപ്ഡ് ഷോർട്ട് ആൻഡ് ഷീ സെഡ്, യു സേ ദാറ്റ് യു ഹാവ് ബോട്ട് എ ഡയമണ്ട് നെക്ലേസ് ടു റീപ്ലേസ് മൈ. അപ്പോൾ നീ പറഞ്ഞത് എന്താ? എനിക്കൊരു ഡയമണ്ട് നെക്ലേസ് തന്നു എന്നാണോ? യെസ്, യു ഡിഡ് നോട്ട് പെർസീവ് ഇറ്റ് ദെൻ, ദേ വർ ജസ്റ്റ് അലൈക്ക്. നിനക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ? അത് ശരിക്കും ഒരുപോലെയായിരുന്നു. ആൻഡ് ഷീ സ്മൈൽഡ് വിത്ത് പ്രൗഡ് ആൻഡ് സിമ്പിൾ ജോയ്. മാഡം ഫോറസ്റ്റിയർ വാസ് ടച്ച്ഡ് ആൻഡ് ടുക്ക് ബോത്ത് ഹെർ ഹാൻഡ്സ് ആസ് ഷീ റിപ്ലൈഡ്. അപ്പോൾ അവരൊന്ന് ഞെട്ടിയിട്ട് അവർ പറഞ്ഞു, അവരെ കൈ പിടിച്ചിട്ട് റിപ്ലൈ കൊടുത്തു. ഓ മൈ പുവർ മെറ്റിൽഡ. ഓ എൻ്റെ മെറ്റിൽഡ, മൈൻ വാസ് ഫോൾസ്. എൻ്റേത് ഒറിജിനൽ ആയിരുന്നില്ല, എൻ്റെ ഫോൾസ് ആയിരുന്നു. ദേ വർ നോട്ട് വർത്ത് ഓവർ 500 francs. അതിൻ്റെ വില എന്ന് പറയുമ്പോൾ 500 francs മണിയിൽ കൂടുതലുണ്ടായിരുന്നില്ല എന്നവർ പറഞ്ഞു. നമുക്ക് ആലോചിക്കാം എത്രത്തോളമാണ് അവർ പിന്നെ അതിന് ശേഷം കഷ്ടപ്പെട്ടത്. 40,000 അവരത് വാങ്ങിക്കാൻ നിന്നിരുന്നത്, പക്ഷേ 36 അവർക്ക് കൊടുക്കേണ്ടി വന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുമ്പോൾ 500 francs ആയിരുന്നു. ഓക്കെ. This is about the chapter and it is written by Guy D. Maupassant ആയിരുന്നു. അപ്പോൾ that's all for today. അപ്പോൾ നിങ്ങൾ hopefully you enjoyed the story.